നോബൽ പ്രോട്ടസിൻ്റെ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു പുതിയ പുസ്തകം മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ ഇൻ്റർപ്രട്ടേഷൻസിൽ മനോഹരമായൊരു ഇൻ്റർപ്രട്ടേഷൻ. PK ബാലകൃഷ്ണൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ തൻ്റെ തൂലികയാൽ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ. DC ബുക്സാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ DC ബുക്സിൻ്റെ സ്റ്റോറിലും ഈ പുസ്തകം ലഭ്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രം ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റുന്നത് ഗ്രീക്ക് ഇതിഹാസത്തിലെ ഈഡിപ്പസ് രാജാവിനെയാണ്. പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇതിഹാസത്തിൽ, അതായത് മഹാഭാരതത്തിൽ അത്തരത്തിലൊരു കഥാപാത്രമുണ്ട്, സൂര്യപുത്രനായ കർണൻ. പക്ഷേ ഈഡിപ്പസ് രാജാവിൻ്റെ കഥയും കർണൻ്റെ കഥയും രണ്ടും രണ്ടാണ്. അതൊരിക്കലും നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഈ കർണൻ എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ച ദുരന്തമായ കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ലോകത്തിന് മുമ്പിലേക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ലോകം കണ്ട ഒരു ദുരന്ത കഥാപാത്രം തന്നെയാണ് കർണൻ എന്നുള്ളത്. ഇതിഹാസങ്ങളുടെ ഇൻ്റർപ്രട്ടേഷൻസ് നമ്മുടെ സാഹിത്യത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇൻ്റർപ്രട്ടേഷൻസ് ഉണ്ടായിട്ടുള്ളത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പറയുന്ന ഇൻ്റർപ്രട്ടേഷൻസിനെല്ലാം വിഷയമായിരിക്കുന്നതും ഏറ്റവും അധികം വിഷയമായിരിക്കുന്നത് കർണൻ്റെ ജീവിതം തന്നെയാണ്. പക്ഷേ ഈ ഇൻ്റർപ്രട്ടേഷൻസൊക്കെ വായിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ ഈ കർണൻ്റെ ആയാലും ശരി, മറ്റാരുടെ ആയാലും ശരി, ഇപ്പോൾ കർണൻ്റെ ഇൻ്റർപ്രട്ടേഷൻസ് ഇത് കൂടുതൽ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഈ കർണൻ എന്ന കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പലരും എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൊതുവേ കർണൻ്റെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പരിധിയിലധികം മാസും ക്ലാസ്സും ഒരേപോലെ വരുന്നൊരു ലൈഫാണ്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഏകദേശം 3-4 ഇൻ്റർപ്രട്ടേഷൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ വായിച്ചതിൽ വെച്ച് ഏറ്റവും ക്ലാസിക്കലായിട്ട് എനിക്ക് തോന്നിയത്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്, PK ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ ഈ നോവലാണ്. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴമൊക്കെ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ നോവൽ എഴുതപ്പെട്ടതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ MT പോലെയോ അല്ലെങ്കിൽ മറ്റു സാഹിത്യകാരന്മാരെ പോലെയോ ഈ PK ബാലകൃഷ്ണനെ പുതുതലമുറയിലുള്ള അധികം ആരും അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ രണ്ടാമൂഴം എത്രമാത്രം ക്ലാസിക്കലായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുന്നു, സെയിം ഇഫക്റ്റിൽ നമുക്ക് വായിച്ച് ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു കൃതിയാണ് PK ബാലകൃഷ്ണൻ എഴുതിയ ഈ ഇനി ഞാൻ ഉറങ്ങട്ടെ. എൻ്റെ ഇതുവരെയുള്ളൊരു വായനാ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ കർണനെ പറ്റി എഴുതപ്പെട്ട ഒരുപാട് നോവലുകളുണ്ട്. ആ നോവലുകൾക്കെല്ലാം മുകളിലാണ് PK ബാലകൃഷ്ണൻ എഴുതിയ ഈ നോവലിൻ്റെ സ്ഥാനം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ആഖ്യാന ശൈലി, പിന്നെ ആ ഒരു കഥ പറയുന്ന രീതി, അതൊക്കെ മറ്റ് പലരും അവലംബിച്ചതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതം എന്ന മൂലകഥയിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ, എന്നാൽ അന്ന് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള പല ചിന്താധാരകളെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും പല ചിന്താധാരകളെ കോർത്തിണക്കി ഒരു മാനസിക വായന എന്ന നിലയിലാണ് അദ്ദേഹം ഈ കൃതി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. പ്രഥമ പാണ്ഡവനായ യുധിഷ്ഠിരൻ, ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യുധിഷ്ഠിരൻ, ആ യുധിഷ്ഠിരൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളിലൂടെ, അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിലൂടെ, അതിലൂടെയൊക്കെയാണ് ഈ കഥ തുടങ്ങുന്നത്. പിന്നീട് കുന്തി, പാഞ്ചാലി, ശ്രീകൃഷ്ണൻ, നാരദൻ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ അവരെ കണ്ണുകളിലൂടെ കർണൻ്റെ കഥ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. എതിരാളികളെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് നിഷ്പ്രയാസം, അല്ലെങ്കിൽ നിഷ്പ്രയാസം എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ആ യുദ്ധം വിജയിക്കുന്നത്, മഹാഭാരത യുദ്ധം വിജയിക്കുന്നത്. ഏകദേശം 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആ യുദ്ധം ഓപ്പോസിറ്റ് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ മഹാരഥികളായ പ്രബലരായ വീരന്മാർ ഇവരെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടും വധിച്ചുകൊണ്ടും ഈ മഹാഭാരത യുദ്ധം വിജയിച്ച് രാജാവാകാൻ വേണ്ടിയുള്ള ഒരു ത്വരയോടുകൂടി നിൽക്കുന്ന യുധിഷ്ഠിരൻ്റെ മുന്നിലേക്ക് ഒരു വലിയ രഹസ്യം പറഞ്ഞുകൊണ്ട് മാതാവായ കുന്തി കടന്നു വരികയാണ്. താൻ ഇത്രയും നാളും ശത്രുപക്ഷത്ത് കണ്ട 13 വർഷത്തോളമായി തൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്ന ആ സൂതപുത്രൻ തൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണെന്നുള്ള സത്യം അറിയുമ്പോൾ ഒരേ സമയം നിന്ന നിപ്പിൽ തന്നെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ആ ധർമ്മപുത്രർ. ഇവിടെ യുധിഷ്ഠിരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഉറക്കം പോയിട്ട് വർഷങ്ങളായി.
കാര്യം എതിരെ നിൽക്കുന്നത് ഭീഷ്മരും ദ്രോണർ പോലുള്ള വലിയ വലിയ മഹാവീരന്മാരുണ്ടെങ്കിൽ പോലും കർണൻ എന്നൊരൊറ്റ പേരിലാണ് അയാൾ ഭയം കൊണ്ടതും കിടിലം കൊണ്ടതും. ആ ഒരൊറ്റ പേര് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാരണം അയാളുടെ ഉറക്കം ഒരുപാട് നാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. യുധിഷ്ഠിരന് പുറമെ ഉറക്കം നഷ്ടപ്പെടുന്ന മറ്റ് 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് പാണ്ഡവ മാതാവായ കുന്തിയും പാണ്ഡവ പത്നിയായ പാഞ്ചാലിയും. കുന്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവരുടെയും കൗരവരുടെയും അഭ്യാസപ്പയറ്റ് നടത്തുന്ന ആ പോർക്കളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ അഭ്യാസപ്പയറ്റ് നടത്തുന്ന ആ അങ്കത്തട്ടിൽ വെച്ചിട്ട് ഇവരുടെയെല്ലാം പ്രകടനങ്ങൾക്കൊടുവിൽ കടന്നു വരുന്ന ആ ഒരു 8 പൊക്കക്കാരനെ കണ്ട്, അതായത് കവചകുണ്ടലധാരിയായ 8 പൊക്കക്കാരനെ കണ്ട ആ നിമിഷത്തിൽ കുന്തി മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. അതിനുശേഷമുള്ള രാത്രികളെല്ലാം കുന്തിയുടെ ഉറക്കങ്ങളെല്ലാം കുന്തിയുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായിരുന്നു. കാരണം നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് തൻ്റെ തന്നെ മക്കൾ തമ്മിലാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഒരു വശത്ത് 5 പാണ്ഡവരും മറുവശത്ത് കൗരവപ്പടയോടുകൂടി ചേർന്ന കർണനും. ഇത് രണ്ടും സ്വന്തം മക്കളാണെന്നുള്ള തിരിച്ചറിവിൽ ആ മാതാവിൻ്റെ ഹൃദയം വിങ്ങുകയായിരുന്നു. ആരോട് സത്യം തുറന്നു പറയും, ആരുടെ മുമ്പിൽ ചെന്ന് സത്യങ്ങളെ വെളിപ്പെടുത്തും? ആ മാതാവ് ആ ഒരു ചിന്താഗതിയുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു വേദന നിറയുന്ന ഹൃദയത്തോടു കൂടിയാണ് പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ ജീവിച്ചു പോകുന്നത്. പാഞ്ചാലിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വിധിയുടെ ചില ക്രൂരത മൂലം 5 പേരുടെ ഭാര്യയായി കഴിയേണ്ടി വന്നവൾ, പൊതു സദസ്സിൽ വെച്ച് അതായത് കൗരവ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടവൾ, ആ നിമിഷത്തിൽ കേട്ട ഏറ്റവും മുഴങ്ങുന്ന അട്ടഹാസച്ചിരി അത് കർണൻ്റേതായിരുന്നു. ആ കർണൻ്റെ അട്ടഹാസച്ചിരി അവളുടെ ഉറക്കം കെടുത്തിയിട്ട് വർഷങ്ങളേറെയായി. തന്നെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത് ദുശാസനനായിരുന്നെങ്കിൽ പോലും കർണനോടുള്ള ഒരു ദേഷ്യവും ഈർഷ്യയും അവളുടെ മനസ്സിൽ വളരെ ഗാഢമായി തന്നെ പതിഞ്ഞിരുന്നു. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളുടെ ഉറക്കമില്ലായ്മയുടെ കഥ, ഈ 3 കഥാപാത്രങ്ങളുടെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണക്കാരനായ വ്യക്തിയുടെ കഥ, അവരുടെ കണ്ണുകളിലൂടെ അവർക്ക് പുറമെ നാരദനും ശ്രീകൃഷ്ണനിലൂടെ ഈ കഥയുടെ ഒരു ചുരുളഴിയുകയാണ് PK ബാലകൃഷ്ണൻ. ഈ മഹാഭാരതത്തെ പൊതുവെ ധർമാധർമ്മങ്ങളുടെ യുദ്ധമെന്നാണ് പറയുന്നത്. അതിൽ ധർമ്മപക്ഷം എന്ന് പറയുന്നത് പാണ്ഡവപക്ഷവും തിന്മയുടെ പക്ഷമെന്ന് പറയുന്നത് കൗരവപടയുടെ പക്ഷവുമായിരുന്നു. പാണ്ഡവത്തെ ധർമ്മപക്ഷം എന്ന് പറയുന്നതിൽ ഒരു കാരണം അവതാരപുരുഷനായ ശ്രീകൃഷ്ണൻ അവരോടൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതിൽ ആരാണ് ഇതിൽ എന്താ പറയുക, പാണ്ഡവരാണോ ധർമ്മത്തിൻ്റെ പക്ഷം അതോ കൗരവരാണോ ധർമ്മത്തിൻ്റെ പക്ഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തമായ മറുപടിയില്ല. ഈ മഹാഭാരതത്തിൽ തന്നെ തുടക്കകാലം മുതൽ, അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ജനനത്തിന് മുൻപ് മുതൽ, അതായത് ഭീഷ്മരുടെ മുന്നത്തെ തലമുറ മുതലൊക്കെ ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥ മഹാഭാരതത്തിൽ ഉടനീളത്തിലുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു വ്യക്തി ജീവിതമായാലും സമൂഹ ജീവിതമായാലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നുമുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് മഹാഭാരതം എന്ന ഇതിഹാസം. പിന്നെ കാലാകാലങ്ങളായിട്ടുള്ള മറ്റൊരു ചർച്ച അല്ലെങ്കിൽ മറ്റൊരു തർക്കം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ വില്ലാളി ആരാണെന്നുള്ളതാണ്. അത് ഒരുപാട് വില്ലാളി വീരന്മാരുണ്ട്. ഭീഷ്മർ മുതൽ ഇങ്ങോട്ട് നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും വില്ലാളി വീരന്മാരാണ്. എല്ലാവർക്കും ഒരു പരിധിയിലേറെ ദിവ്യാസ്ത്ര ജ്ഞാനമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആരാണ് മേൽക്ക് മേൽ, അതായത് കർണനാണോ മികച്ച വില്ലാളി അതോ അർജുനനാണോ എന്നുള്ളൊരു തർക്കം കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫാൻ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണനോടാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാരുണമായൊരു ജീവിതം, എങ്ങു നിന്നും അദ്ദേഹത്തിന് കിട്ടിയ അവഗണനയും നിന്നയും, പിന്നെ കർണൻ്റെ ജീവിതം തന്നെ ഒരു ദുരന്തപൂർണമായിരുന്നു, പരാജയമായിരുന്നു. എവിടെയൊക്കെ ജയിക്കാനുള്ളൊരു സാഹചര്യം കർണൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നു, അവിടെയൊക്കെ ഈ സാഹചര്യങ്ങൾ തന്നെ വില്ലനായിട്ട് വന്ന് സാഹചര്യങ്ങൾ തന്നെ അയാളെ തോൽപ്പിക്കുന്നുണ്ട്. മറിച്ച് അർജുനനാണെന്നുണ്ടെങ്കിൽ അർജുനന് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരേക്കാൾ കൂടുതൽ ദിവ്യാസ്ത്രജ്ഞാനം അർജുനന് ഉണ്ടായിരുന്നു, മികച്ച വില്ലാളി തന്നെ. എന്നിരുന്നാൽ പോലും നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് അർജുനന് ലഭിക്കുന്നതായിട്ട് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കർണനെയൊക്കെ അർജുനൻ തോൽപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന സമയങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ കുറച്ച് മേൽക്കൈ നിൽക്കുന്നത് കർണനാണ്. പിന്നെ ഒരുപാട് ശാപങ്ങൾ ഏറ്റുവാങ്ങിയൊരു ജന്മമായിരുന്നു കർണൻ്റേത്. ജന്മം തന്നെ ഒരു ശാപമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതായത് ജനിച്ചന്ന് മുതൽ സ്വന്തം ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം,
താനൊരു സൂതപുത്രനായി വളർന്നു, പക്ഷേ സൂതപുത്രനല്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ സാഹചര്യങ്ങളും മറ്റ് കാലാവസ്ഥകളുമെല്ലാം കർണന് അനുകൂലമായിരുന്നില്ല. പക്ഷേ കർണൻ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്തിനെ നേരിടാനുള്ളൊരു മനക്കെട്ടി കർണനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കർണൻ്റെ ആ മനക്കെട്ടി എല്ലാം തകർന്നു പോകുന്നത് സ്വന്തം അമ്മയായ കുന്തിയുടെ മുമ്പിലാണ്. ഒരേ സമയം 5 വില്ലാളി വീരന്മാരായ മക്കൾ കുന്തിക്കുണ്ട്. ഇതിൽ തന്നെ ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ധർമ്മപുത്രൻ എന്ന് പറഞ്ഞൊരു യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞൊരു മകൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തോട് ഒരു നിമിഷം ചിലപ്പോൾ ഈ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് സത്യം തുറന്നു പറയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ കിടന്ന് വേദനിക്കുന്ന കർണനോട് വന്നിട്ടാണ് അവർ തൻ്റെ ദുരവസ്ഥ പറയുന്നത്. പക്ഷേ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കർണൻ പാലിക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം കുന്തിക്ക് 5 മക്കൾ ജീവനോടെ ഉണ്ടാവുമെന്ന് കർണൻ കൊടുത്ത വാക്ക്. ഒരുപക്ഷെ ആ വാക്ക് തന്നെയായിരിക്കാം സ്വയം ആയുധം ഉപേക്ഷിച്ച് തേർത്തട്ടിൽ നിന്നിറങ്ങി രഥചക്രം ഉയർത്തുന്ന രീതിയിൽ നിന്ന് സ്വയം മരണം ഏറ്റുവാങ്ങുകയായിരുന്നു കർണൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പി.കെ. ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ ഇവിടെ ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ്. ഈ പറഞ്ഞ യുധിഷ്ഠിരൻ, കുന്തിദേവി, ദ്രൗപദി, ഈ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ മാനസിക വ്യതകളിലൂടെ കർണനെ പറ്റിയുള്ള അവരുടെ ഒരു അന്വേഷണം, കർണൻ ജീവിതത്തെക്കുറിച്ചുള്ളൊരു എത്തിനോട്ടം, എങ്ങനെയായിരുന്നു ആ 1-ാം പാണ്ഡവൻ തൻ്റെ ജീവിതം തള്ളി നീക്കിയത്. അപ്പോൾ തങ്ങളുടെ മുമ്പിൽ വന്ന പല സാഹചര്യങ്ങളിലും ഈ കർണൻ എന്ന വ്യക്തിയെ തങ്ങൾ പല രീതിയിൽ അവഹേളിച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ട് കൊടുക്കാവുന്ന പല സന്ദർഭങ്ങളിൽ പോലും ഈ മനുഷ്യൻ തങ്ങളുടെ കാൽച്ചോട്ടിലാണെന്ന് ധരിച്ചുകൊണ്ട് പെരുമാറിയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഈ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് യുധിഷ്ഠിരൻ വ്യസനപ്പെടുകയാണ്. കുറ്റബോധം കൊണ്ട് അയാൾ നിറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരായ ഭീഷ്മരും ദ്രോണരെ പോലുള്ള തൻ്റെ പിതാമഹന്മാരും തൻ്റെ മക്കളും ബന്ധുജനങ്ങളും എല്ലാം മരിച്ചിട്ട് പോലും അവരിലൊന്നും മരണത്തിൽ തോന്നാത്തൊരു ദുഃഖവും കുറ്റബോധവുമാണ് കർണൻ തങ്ങളുടെ കയ്യാൽ വധിക്കപ്പെട്ടത്, തൻ്റെ അനുജനായ അർജുനൻ്റെ കയ്യാൽ വധിക്കപ്പെട്ടു എന്നുള്ള ആ തോന്നലിൽ. ഒരുപക്ഷെ യുധിഷ്ഠിരൻ നേരത്തെ ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മഹാഭാരതത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. കുന്തിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മകൻ തൻ്റെ കൺമുന്നിൽ വളർന്നപ്പോഴും ഒരു നിമിഷം പോലും തൻ്റെ മകനെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കാനോ അവനെ ഒന്ന് ലാളിക്കാനോ ഒന്നും ഈ കുന്തി മാതാവിന് തൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. വില്ലാളി വീരന്മാരായ 5 മക്കൾ ഒരു വശത്തുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഈ മകനെ ഓർത്തായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ അവരുടെ മനസ്സ് വേദനിച്ചത്. ഇപ്പുറത്ത് പാഞ്ചാലിയുടെ അല്ലെങ്കിൽ ദ്രൗപദിയുടെ പക്ഷത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കർണൻ എന്ന കഥാപാത്രത്തോട് ദ്രൗപദിക്ക് പ്രത്യേകിച്ച് പ്രേമമോ മമതയോ ഒന്നുമില്ല. പലരും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് വില്ലാളി വീരന്മാരായ 5 ഭർത്താക്കന്മാർ വേണ്ട, കർണനെ പോലെ ഒരു ഭർത്താവ് മതി. ചിലപ്പോൾ അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ കർണൻ എന്ന കഥാപാത്രത്തോട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ല, ഒരു സ്നേഹമില്ല. എന്നും അവരുടെ പ്രിയങ്കരൻ, അവരുടെ ഇഷ്ടക്കാരൻ എന്ന് പറയുന്നത് അർജുനനായിരുന്നു. അർജുനനോടുള്ള അവരുടെ സ്നേഹമൊന്നും മറ്റ് പാണ്ഡവന്മാരോടും ആശ്രയിക്കുണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങളുടെ ചില ക്രൂരതകൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ചില വിളയാട്ടങ്ങൾ കൊണ്ട് അവർക്ക് ഈ 5 പേരെയും സ്നേഹിക്കേണ്ടി വരുന്നു, ഭർത്താക്കന്മാരെ അംഗീകരിക്കേണ്ടി വരുന്നു. ആ നിമിഷത്തിൽ പോലും ഒരുപക്ഷെ കർണൻ തങ്ങളുടെ മൂത്ത പാണ്ഡവനാണെന്നുള്ളൊരു തിരിച്ചറിവിൽ യുധിഷ്ഠിരൻ രാജാധികാരം ഉപേക്ഷിച്ച് കർണനെ ആ രാജാധികാരം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കർണൻ്റെ പട്ടമഹിഷിയായി ഇരിക്കേണ്ടി വരുമല്ലോ എന്നൊരവസ്ഥയെ ഓർത്തൊക്കെ പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദിയോടെ വിഷമിക്കുന്നുണ്ട്. എന്തിന് താൻ ഏറ്റവും അധികം തൻ്റെ ഭർത്താക്കന്മാരേലധികമായി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ കർണൻ്റെ മനം മാറ്റാൻ ശ്രമിച്ചവരെല്ലാം, സ്വന്തം മാതാവായ കുന്തിയും ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും അവസാനത്തെ തുറുപ്പ് ചീട്ടായിട്ട് കർണൻ്റെ മുന്നിലേക്ക് ഇടുന്നത് പാഞ്ചാലിയാണ്. യാതൊരുവിധ പ്രലോഭനങ്ങളിലും കർണൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ കർണൻ്റെ മുന്നിലോട്ട് ഇവരിടുന്ന തുറുപ്പ് ചീട്ടാണ് പാഞ്ചാലി. അവിടെയും താൻ ഒരു ഉപകരണമാവുകയാണ്, താൻ ഒരു കളിപ്പാട്ടമാവുകയാണെന്നുള്ളൊരു തിരിച്ചറിവിൽ പാഞ്ചാലിയുടെ മനം വളരെയധികം വ്യസനിക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ ഇന്ന് ഏറെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൃതിയാണ് M.T. വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴം. രണ്ടാം ഊഴം എന്ന കൃതി എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നോ അതേ അളവിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. എനിക്ക് തോന്നുന്നു വിരളിൽ എണ്ണാവുന്ന ആളുകൾ അല്ലെങ്കിൽ വിരളമായ ഒരു സമൂഹം മാത്രമേ ഈ പുസ്തകം വായിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. കാര്യം ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലായാലും ഒന്നും ഞാൻ അങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് അധികം പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
പക്ഷേ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. കാര്യം അത്രയേറെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം പി.കെ. ബാലകൃഷ്ണൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത്. കാര്യം ഒരുപാട് പേരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു കഥാപാത്രത്തിൻ്റെ യഥാർത്ഥമായ ദാരുണമായ ഒരു ജീവിതത്തിൻ്റെ തുറന്നെഴുത്ത് കൂടിയാണ് പി.കെ. ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ.